ഏവർക്കും വിശുദ്ധ ഇതിഹാസങ്ങളിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വിശുദ്ധ ഇതിഹാസ മതിലുകളുടെ ചരിത്രം തേടിയുള്ള ഈ യാത്രയിൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമായ അർത്തുങ്കൽ പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്കയെക്കുറിച്ചാണ്. പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ്. ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛൻ്റെ സവിധത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവുമുണ്ട്. ഈ ദേവാലയ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ചുകൂടി അറിയേണ്ടതുണ്ട്. ലോകവിശുദ്ധരിൽ കേരളത്തിൽ ഏറ്റവും അധികം ഭക്തരുള്ള വിശുദ്ധനാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ അഥവാ വിശുദ്ധ സെബസ്ത്യാനോസ്. സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ തിരുനാൾ കേരളത്തിൽ അമ്പു തിരുനാൾ, മകരം തിരുനാൾ, പിണ്ടി തിരുനാൾ, വെളുത്തച്ഛൻ്റെ തിരുനാൾ തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു. കേരളത്തിൽ അമ്പു തിരുനാൾ ക്രൈസ്തവ ഹൈന്ദവ മതങ്ങളുടെ സൗഹൃദ സംഗമത്തിൻ്റെ തിരുനാൾ കൂടിയാണ്. അമ്പുകൾ തറയ്ക്കപ്പെട്ട സെബസ്ത്യാനോസ് രക്തസാക്ഷി മകുടം ചൂടിയ വിശുദ്ധനാണ്. ഫ്രാൻസിലെ മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നർബോണ എന്ന നഗരത്തിൽ കാത്തലിക് മാതാപിതാക്കളുടെ പുത്രനായി AD 255 സെബാസ്റ്റ്യൻ ജനിച്ചത് നർബോണയിലാണെങ്കിലും അദ്ദേഹം വളർന്നത് മിലൻ നഗരത്തിലാണ്. സൈനിക സേവനം അക്കാലത്ത് ഉന്നതകുലജാതർ വിശിഷ്ടമായി കണ്ടിരുന്നു. സ്വന്തമായി താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്തിനു വഴങ്ങി അദ്ദേഹം സൈനിക സേവനത്തിന് തയ്യാറായി. അങ്ങനെ 28ാമത്തെ വയസ്സിൽ അദ്ദേഹം മിലൻ വിട്ട് റോമിലെത്തി. റോമിൽ ക്യാരിനസ് രാജാവിൻ്റെ ഭരണകാലമായിരുന്നു അത്. അക്കാലത്ത് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന ക്രിസ്ത്യൻ ഭടന്മാർ റോമൻ ദേവന്മാരെ ആരാധിക്കണം എന്ന് ക്യാരിനസ് കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. എതിർത്തവരെ രാജാവ് വധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സെബാസ്റ്റ്യൻ താൻ ക്രിസ്തുവിശ്വാസി ആണെന്ന സത്യം മറച്ചുവെച്ചിരുന്നു. കുറച്ചുകാലം കഴിഞ്ഞ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുമായുള്ള യുദ്ധത്തിൽ ക്യാരിനസ് വധിക്കപ്പെട്ടു. ഡയോക്ലീഷ്യനും ക്യാരിനസിനെ പോലെ ക്രിസ്തുമത വിരോധിയായിരുന്നു. രാജ്യത്തുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ, വെള്ളപ്പൊക്കം, ഭൂകമ്പം, വരൾച്ച തുടങ്ങിയവയുടെ കാരണം ക്രിസ്ത്യാനികളാണെന്ന് ആരോപിച്ച് ഡയോക്ലീഷ്യൻ ക്രൈസ്തവരെ കൂട്ടത്തോടെ വധിച്ചിരുന്നു. പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് തൻ്റെ സഹജീവികൾക്ക് മോചനമുണ്ടാകണമെന്ന് സെബാസ്റ്റ്യൻ ആഗ്രഹിച്ചു. അദ്ദേഹം ആരുമറിയാതെ ക്രിസ്തുവിശ്വാസികളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. AD 288 തൻ്റെ വിശ്വസ്തനായ സൈനികൻ സെബാസ്റ്റ്യൻ ക്രിസ്തുവിശ്വാസിയാണെന്ന സത്യം ഡയോക്ലീഷ്യൻ മനസ്സിലാക്കി. രാജ്യദ്രോഹ കുറ്റത്തിന് സെബാസ്റ്റ്യൻ തടവിലാക്കപ്പെട്ടു. അപ്പോഴും സെബാസ്റ്റ്യനോട് ഇഷ്ടം നിലനിർത്തിയിരുന്ന ഡയോക്ലീഷ്യൻ റോമൻ ദേവന്മാരെ ആരാധിച്ചാൽ വെറുതെ വിടാമെന്നും പഴയ സ്ഥാനങ്ങൾ തിരികെ നൽകാമെന്നും അറിയിച്ചു. എന്നാൽ ആ ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നത് നിഷ്ഫലമാണെന്നും പ്രപഞ്ച സൃഷ്ടാവായ ജീവിക്കുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നും ഡയോക്ലീഷ്യനെ സെബാസ്റ്റ്യൻ ഉപദേശിച്ചു. പിന്നീട് റോമൻ ദേവന്മാരെ ആരാധിച്ചില്ലെങ്കിൽ തീയിൽ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ തീ തനിക്ക് പനിനീർ പൂക്കളാൽ നിർമ്മിച്ച മെത്ത പോലെ ആയിരിക്കുമെന്ന് സെബാസ്റ്റ്യൻ ചക്രവർത്തിയെ വെല്ലുവിളിച്ചു. അതുമാത്രമല്ല, ചക്രവർത്തിയോട് താങ്കൾ ക്രിസ്തുമതം സ്വീകരിക്കുവാൻ സെബാസ്റ്റ്യൻ കൽപ്പിച്ചു. എന്നാൽ കോപം കൊണ്ട് ജ്വലിച്ച ഡയോക്ലീഷ്യൻ മൈതാന മധ്യത്തിൽ സെബാസ്റ്റ്യനെ മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്ത് കൊല്ലാൻ കൽപ്പിച്ചു. ഡയോക്ലീഷ്യൻ്റെ സേവകർ സെബാസ്റ്റ്യനെ വിവസ്ത്രനാക്കി മരത്തിൽ കെട്ടിയിട്ട് നിരവധി അമ്പുകൾ എയ്തു. രക്തം വാർന്ന് സെബാസ്റ്റ്യൻ അബോധാവസ്ഥയിലായി. എന്നാൽ സേവകർ സെബാസ്റ്റ്യൻ മരിച്ചു കാണും എന്ന് തെറ്റിദ്ധരിച്ചു. സെബാസ്റ്റ്യൻ്റെ ശരീരം അവിടെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ അവർക്ക് തെറ്റി. ആ വഴി വന്ന ഐറിൻ എന്ന സ്ത്രീ തൻ്റെ ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ സെബാസ്റ്റ്യൻ്റെ ശരീരം അവിടെ നിന്ന് എടുത്തുകൊണ്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സെബാസ്റ്റ്യൻ ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ധീരനായ സെബാസ്റ്റ്യൻ വീണ്ടും ചക്രവർത്തിയുടെ മുന്നിലെത്തുകയും ക്രിസ്തുവിശ്വാസികളെ പീഡിപ്പിക്കുന്നതിന് ചക്രവർത്തിയെ അതിശക്തമായി ശാസിക്കുകയും ചെയ്തു. ആ സമയത്ത് ഡയോക്ലീഷ്യൻ വളരെയധികം ഭയപ്പെട്ടു.
ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഈ വന്നിരിക്കുന്നത് സെബാസ്റ്റ്യന്റെ പ്രേതമാണോ എന്ന് ചിന്തിച്ച് ഭയന്നു വിറച്ചു നിന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം സെബാസ്റ്റ്യന്റെ സംസാരത്തിൽ നിന്നും ഡയോക്ലീഷ്യൻ ചക്രവർത്തിക്ക് ഇത് സെബാസ്റ്റ്യന്റെ പ്രേതമല്ല, സെബാസ്റ്റ്യൻ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു. അതിനാൽ സെബാസ്റ്റ്യനോട് എന്നത്തേക്കാളും ഏറെ ദേഷ്യമുള്ളവനായി ചക്രവർത്തി തീരുകയും ചെയ്തു. തൻ്റെ ഭടനോട് രാജസന്നിധിയിൽ വെച്ചു തന്നെ സെബാസ്റ്റ്യനെ ഗദ കൊണ്ടടിച്ചു കൊല്ലാൻ ചക്രവർത്തി കൽപ്പിച്ചു. AD 288 ജനുവരി 20 അത് സംഭവിച്ചത്. അങ്ങനെ സെബാസ്റ്റ്യൻ ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിയായി തീർന്നു. സ്നേഹം തെളിയിക്കാൻ മരണത്തേക്കാൾ വലിയൊരു മാർഗമില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പാലിച്ചു. തൻ്റെ വിശ്വാസത്തിൽ നിന്നും പിന്മാറാതെ സെബാസ്റ്റ്യൻ ക്രിസ്തുവിനോടുള്ള സ്നേഹം മുറുകെ പിടിച്ചു. ക്രിസ്തുവിനോടുള്ള സ്നേഹം രക്തസാക്ഷിയായി സെബസ്ത്യാനോസ് കാണിച്ചു. പിന്നീട് സെബാസ്റ്റ്യന്റെ ശരീരം ആരും അറിയാതെ ചക്രവർത്തിയുടെ ഭടന്മാർ ഓടയിലെറിഞ്ഞു. ഓടയിലെറിയപ്പെട്ട ദിവസം ലൂസിന എന്ന സ്ത്രീക്ക് പ്രാർത്ഥനയിൽ വെളിപാട് ലഭിച്ചു. അവർ ചെന്ന് നോക്കിയപ്പോൾ മൃതദേഹത്തിനു ചുറ്റും പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഓടയിൽ പരുന്തുകൾക്ക് സെബാസ്റ്റ്യന്റെ ശരീരം ഭക്ഷിക്കുവാൻ ഭടന്മാർ എറിഞ്ഞു കൊടുത്തതാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ആ പരുന്തുകൾ ശരീരത്തിന് കാവലായി. ആപ്യൻ എന്ന പാതയ്ക്ക് അടുത്തുള്ള ഒരു ഭൂഗർഭ ഗൃഹത്തിൽ ലൂസിന സെബാസ്റ്റ്യന്റെ മൃതദേഹം സംസ്കരിച്ചു. ഇത് ഇന്നൊരു ബസിലിക്ക ദേവാലയമാണ്. സെയിൻറ്റ് സെബാസ്റ്റ്യന്റെ പേരിലുള്ള ആദ്യത്തെ പള്ളി ഈ സ്ഥലത്താണ് സ്ഥാപിതമായത്. ഈ വിവരം അറിഞ്ഞ ഡയോക്ലീഷ്യൻ ചക്രവർത്തി പിന്നീട് ലൂസിനിയെ വധിച്ചു. 1575 മിലാനിലും ഇറ്റലിയിലും 1596 ലിസ്ബണിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചു. സെയിൻറ്റ് സെബാസ്റ്റ്യന്റെ തിരുസ്വരൂപവുമായി വിശ്വാസികൾ അവിടം തോറും പ്രദക്ഷിണം നടത്തിയപ്പോൾ അവിടെ അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടായി. അതിന് പ്രത്യുപകാരമായി ഒരു കപ്പലിൽ വിശുദ്ധന്റെ തിരുസ്വരൂപവുമായി ലോകം ചുറ്റാൻ ജനങ്ങൾ തീരുമാനിച്ചു. എന്നാൽ അവർ അത് മറന്നു. ആ കാരണത്താൽ പിന്നീട് വീണ്ടും അവിടെ പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോഴാണ് അവർ ആ ഒരു തീരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ ലോകം ചുറ്റാനൊരുങ്ങി. ലോകം ചുറ്റാനായി അവർ ഉപയോഗിച്ച കപ്പൽ എളുപ്പത്തിലൊന്നും നശിക്കാത്തതായിരുന്നു. ആ കപ്പൽ നിർമ്മാണത്തിന് വർഷങ്ങൾ എടുത്തു എന്ന് തന്നെ പറയുന്നു. അങ്ങനെ ആ കപ്പലിൽ അവർ ലോകം ചുറ്റാൻ ആരംഭിച്ചു. അങ്ങനെ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തിലെ ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു കടൽക്ഷോഭം ഉണ്ടാവുകയും കപ്പൽ അവിടെ നിന്നു പോവുകയും ചെയ്തു. മുമ്പ് എപ്പോഴോ തീരുമാനിക്കപ്പെട്ടതുപോലെയാണ് കപ്പൽ അവിടെ നിന്നുപോയത്. അത് ഒരു അത്ഭുതമായി കണക്കാക്കുന്നു. അതിനുശേഷം ഈ തിരുസ്വരൂപം ഇവിടുന്ന് സമീപത്തുള്ള അർത്തുങ്കൽ എന്ന ദേവാലയത്തിൽ ഏൽപ്പിക്കണമെന്ന് കപ്പിത്താന് ദർശനം ലഭിച്ചു. അതേസമയം കപ്പലിൽ വന്നെത്തിയ തിരുസ്വരൂപം ആ ദേവാലയത്തിൽ സ്ഥാപിക്കണമെന്ന് അർത്തുങ്കൽ പള്ളി വികാരിക്കും സ്വപ്ന ദർശനമുണ്ടായി. അങ്ങനെ പള്ളി വികാരി ആ അത്ഭുത തിരുസ്വരൂപം ഏറ്റെടുത്തു. വിശുദ്ധന്റെ ആ അത്ഭുത തിരുസ്വരൂപം അർത്തുങ്കൽ കടപ്പുറത്ത് ഒരു കുരിശടി നിർമ്മിച്ച് അതിനുള്ളിൽ സ്ഥാപിച്ചു. ആ തിരുരൂപം ഇന്നും അർത്തുങ്കൽ ആൻഡ്രൂസ് ബസിലിക്ക ദേവാലയത്തിന്റെ പഴയ പള്ളിയിൽ തെക്കേ അൾത്താരയിൽ ഭക്തർക്ക് ദർശനത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ രൂപക്കൂട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നു. ലോകമെമ്പാടും ജനുവരി 20 വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. എന്നാൽ കേരളത്തിൽ മകരമാസം മുഴുവൻ ആഘോഷിക്കുന്നു. അർത്തുങ്കൽ ദേവാലയത്തിൽ ജനുവരി 10 വൈകിട്ട് 6 മണിക്ക് സെബസ്ത്യാനോസിന്റെ തിരുനാൾ പതാക ഉയരുന്നു. ജനുവരി 18 രാവിലെ 5 മണിക്ക് നട തുറക്കുന്നു. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് നട തുറക്കൽ ദർശിക്കാനായി ദേവാലയത്തിലെത്തുന്നത്. ജനുവരി 20 തിരുനാൾ മഹോത്സവം. അന്ന് വൈകിട്ട് 5 മണിയോടെയായി ദേവാലയത്തിൽ നടത്തപ്പെടുന്ന തിരുനാൾ പ്രദക്ഷിണം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ അകമ്പടിയോടെയാണ് നടത്തപ്പെടുന്നത്. അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അർത്തുങ്കൽ ദേവാലയത്തിൽ മാത്രമാണ് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളനെ വെളുത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. ഇതിന് കാരണം അർത്തുങ്കലിന്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന അർത്തുങ്കലിൽ 33 വർഷം സേവനം ചെയ്ത ജക്കോമോ ഫെനീഷ്യോ എന്ന ഇറ്റാലിയൻ വൈദികനാണ്. സെബസ്ത്യാനോസിനെ അർത്തുങ്കലിൽ മാത്രമാണ് ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്. അമ്പുനേർച്ചയാണ് സെബസ്ത്യാനോസിന്റെ പേരിലുള്ള ഏറ്റവും പ്രശസ്തമായ നേർച്ച സമർപ്പണം. വിശുദ്ധനായ സെബസ്ത്യാനോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും വിശുദ്ധൻ സമീപസ്ഥനാണ്. കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്ന മുത്തേടത്ത് രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അർത്തുങ്കൽ. വ്യാവസായിക കേന്ദ്രം കൂടിയായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു. പക്ഷേ ദേവാലയത്തിൻ്റെയും വൈദികരുടെയും അഭാവം മൂലം മാമോദീസ അടക്കമുള്ള കൂദാശകൾ സ്വീകരിക്കാൻ ഇവർക്ക് മാർഗമുണ്ടായിരുന്നില്ല.
വാസ്കോഡ ഗാമയുടെ കേരള സന്ദർശനത്തിന് ശേഷം ഇവിടെ എത്തിയ പോർച്ചുഗീസ് മിഷണറിമാരിൽ ചിലർ മുത്തേടവും സന്ദർശിച്ചു. തദ്ദേശവാസികളായ ക്രൈസ്തവർ ഇവരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അർത്തുങ്കൽ കേന്ദ്രമാക്കി അന്ന് ഈ പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്ന മാർ അബ്രഹാമിൻ്റെ അനുവാദപ്രകാരം മതപ്രബോധനവും കൂദാശ നൽകലും ആരംഭിച്ചു. 1560 മുതൽ മിഷണറിമാരും നാട്ടുകാരായ ക്രൈസ്തവരും ഒരു ദേവാലയം പണിയുന്നതിനായി മുത്തേടത്ത് രാജാവിൻ്റെ അനുവാദം തേടിയെങ്കിലും അദ്ദേഹം ആദ്യം സമ്മതം നൽകിയില്ല. എന്നാൽ നിരന്തര അഭ്യർത്ഥനയും മിഷണറിമാരിൽ നിന്നും തനിക്ക് ലഭിച്ച സഹായങ്ങളും പരിഗണിച്ച് രാജാവ് ദേവാലയ നിർമ്മാണത്തിന് അനുമതി നൽകുകയും തടിയുടെ ആവശ്യത്തിലേക്കായി തൻ്റെ ഉദ്യാനത്തിൽ നിന്ന് മരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു. ഇപ്രകാരം 1581 അർത്തുങ്കലിൽ വിശുദ്ധ അന്ത്രയോസിൻ്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായി പണികഴിപ്പിച്ച ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത് വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാൾ ദിനമായ നവംബർ 30 ഫാദർ ഗാസ്പേർ പയസ് ആയിരുന്നു ആദ്യ വികാരി. 1584 പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റിയ ഫാദർ ഫെനീഷ്യോ പള്ളിയുടെ നവീകരണത്തിൽ താൽപ്പര്യമെടുക്കുകയും കല്ലിലും കുമ്മായത്തിലും പുതുക്കി നിർമ്മിക്കുകയും ചെയ്തു. ഫെനീഷ്യോയെ സാധാരണക്കാരായ ജനങ്ങളും ഭരണാധികാരികളും വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു വിശുദ്ധനായി കരുതി ബഹുമാനിക്കുകയും ചെയ്തു. ജനങ്ങൾ യൂറോപ്യൻ പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ വെളുത്തച്ഛൻ എന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്നു. വെളുത്തച്ഛൻ എന്നത് പിന്നീട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മറ്റൊരു പേരായി മാറുകയാണ് ഉണ്ടായത്. 1632 ഫാദർ ഫെനൂഷ്യോ മരണമടയുകയും വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. 1640 പള്ളി പടിഞ്ഞാറോട്ട് അഭിമുഖമായി വിപുലവും മനോഹരമായി പുനർനിർമ്മിച്ചു. ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണ ആവശ്യത്തിനുള്ള കരിങ്കല്ലുകൾ വള്ളങ്ങളിലായിരുന്നു അർത്തുങ്കലിൽ എത്തിച്ചത്. ഇക്കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത്. 2010 ജൂലൈ 9 ഈ പള്ളിയെ ബസിലിക്കയായി ഉയർത്തിയത്. പള്ളിയുടെ ദീർഘകാല ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് ബസിലിക്കയാക്കിയത്. കേരളത്തിലെ 7ാമത്തെയും ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെയും ബസിലിക്കയാണ് അർത്തുങ്കൽ. അമ്പു നേർച്ചയാണ് വിശുദ്ധൻ്റെ പേരിലുള്ള ഏറ്റവും പ്രശസ്തമായ നേർച്ച സമർപ്പണം. മാറാവ്യാധികളിൽ കഷ്ടപ്പെടുമ്പോൾ വിശുദ്ധൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അമ്പു നേർച്ചയെടുത്ത് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ച് വിശുദ്ധൻ്റെ നടയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗാവസ്ഥയിൽ നിന്നും മോചനം കിട്ടുമെന്നത് അനേകം വിശ്വാസികളുടെ അനുഭവ സാക്ഷ്യം. വിശുദ്ധൻ്റെ തിരുനാൾ കൊടിയേറ്റിന് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകൾ ഒരു വിസ്മയ വിശ്വാസ കാഴ്ച തന്നെയാണ്. അനേകായിരം വിശ്വാസികളുടെ ആശ്വാസ കേന്ദ്രമായി പ്രാർത്ഥനകളുടെ ഉത്തരവുമായി ഈ ദേവാലയ വാതായനങ്ങൾ അതിൻ്റെ ചരിത്ര തിരുശേഷിപ്പുകളുമായി ഈ പുണ്യഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ഒരു വിശുദ്ധ ഇതിഹാസവുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ് ജിസ്മി മോൾ.